Negotiable Instruments Act 1881 ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു CA ഇന്ററിന്റെ അതർ ലോസിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് NA ആക്ട് എന്ന് പറയും. കോൺട്രാക്ട് ആക്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് NA ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881 വളരെ പഴയൊരു ആക്ട് അല്ല, 1881 ആണ്. എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകത? വളരെ പണ്ട് നമ്മളൊരു സാധനം ഒരാളിൽ നിന്ന് മേടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് പൈസ കൊടുക്കണം അല്ലെ. എ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ബിക്ക് പൈസ കൊടുക്കണം. ഈ പൈസ കൊടുക്കുന്ന രീതിയിൽ ക്യാഷ് ആണ് നോർമലി, പക്ഷെ അതിന് പകരം നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാം. ആ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ പൊതുവേ വൈഡ്ലി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത്? ബേസിക്കലി 3 ടൈപ്പ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ചെക്ക്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്. സെക്ഷന്റെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് ചെക്കായിരിക്കും അല്ലെ. നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ചെക്കിനെ കുറിച്ച്. ഇപ്പം അതും പോയി. ഇപ്പോൾ ECS ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം, നെഫ്റ്റ് പേയ്മെന്റ്, IFSC ഒക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അതധികം ഉപയോഗം അല്ലെങ്കിൽ പോലും പൊതുവേ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ചെക്കാണ്. ഈ 3 ഇൻസ്ട്രുമെന്റ് പുറമേയും വേറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അത് പക്ഷേ നെഗോഷ്യബിൾ അല്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവം മീനിങ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. മീനിങ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. ദ ബേസിക് എലിമെന്റ്സ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് 2 തിങ്സ്. വൺ ഈസ് ട്രാൻസ്ഫറബിലിറ്റി, അതായത് ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് ഫ്രീ ആയിട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ദിനേശ് എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഞാൻ ക്ലാസ് എടുത്ത വകയിൽ എനിക്ക് 5000 രൂപ തരാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെക്കായിട്ട് എനിക്ക് തരും. ഈ ചെക്കിന് എനിക്ക് അങ്ങോട്ട് മായ എന്നൊരു കുട്ടിക്ക് ഞാൻ വേറൊരു 5000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഈ ചെക്കിന് ഞാൻ എന്ത് ചെയ്യാം? ചെക്കിന്റെ ബാക്കിൽ മായയുടെ പേര് എഴുതി ഞാൻ ഒപ്പിട്ട് എൻഡോർസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മായ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മായക്ക് എന്ത് കിട്ടും? 5000 രൂപ കിട്ടും. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി ആൻഡ് എൻഡോഴ്സ്മെന്റ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നെഗോഷ്യബിലിറ്റിയാണ്. മായയെ സംബന്ധിച്ചോളം എന്റെ ടൈറ്റിലോ ദിനേഷിന്റെ ടൈറ്റിലോ ആ ഇൻസ്ട്രുമെന്റ് മുമ്പ് ഹോൾഡ് ചെയ്തവരുടെ ടൈറ്റിൽ നല്ലതാണോ ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ള അറിയേണ്ട ആവശ്യമില്ല. ഷീ ബീയിങ് എ ജെന്യുവിൻ person who received the instrument in good faith will get a better title than the titles of the previous holders. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് ജെന്യുവിൻ ആയിട്ട് ഗുഡ് ഫെയ്ത്തിൽ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചോളം ആ ഇൻസ്ട്രുമെന്റ് ഹിസ്റ്ററി ആരെന്നൊക്കെ കൈമാറി വന്നു എന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണ്. ഇതിനെയാണ് നമ്മൾ നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 ഫീച്ചേഴ്സ് ആണ്. ഒന്ന് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ബൈ എൻഡോഴ്സ്മെന്റ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് നെഗോഷ്യബിലിറ്റി. ഇനി അതിന്റെ ടൈപ്സ് 3 തിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രൊമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ചെക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഈ 3ന്റെയും മീനിങ് എന്താണെന്ന് പ്രത്യേകം പഠിക്കണം. സെക്ഷൻ 4, 5, 6 പ്രത്യേകം പഠിക്കണം. പിന്നെ അതിന് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ചെക്ക് പഠിക്കുമ്പോൾ എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ട്രങ്ക്വേറ്റഡ് ചെക്ക് എന്ന് പറയും. അതായത് ഇലക്ട്രോണിക് ചെക്ക്. ചെക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിലായിരുന്നാൽ പോലും അതിനിപ്പോൾ വാലിഡിറ്റി ഉണ്ട്. അതിനെയും ചെക്കിന്റെ ഡെഫിനിഷനിൽ അമെൻഡ് ചെയ്ത് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഫോമിലുള്ള ചെക്കിനെയും ട്രങ്ക്വേറ്റഡ് ചെക്കും അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ പഠിക്കേണ്ട കാര്യം ഇതിന്റെ പാർട്ടീസ് ആണ്. ഓരോന്ന് ലെവലിൽ ഡ്രോയർ, ഡ്രോയി, പേയ്. ഇപ്പൊ ഞാൻ ബിക്ക് ഒരു ചെക്ക് എഴുതുമ്പോൾ ഞാൻ ഡ്രോയർ ആണ്, ബി ആണ് ഡ്രോയി. ബി കൊണ്ട് ബാങ്കിനാണ് കൊടുക്കുന്നത്, പൈസ തരുന്ന ബാങ്കാണ്, അതുകൊണ്ട് ബാങ്ക് ആണ് പേയ്. അപ്പൊ 3 പാർട്ടീസ് ആണ് പൊതുവെ ഇൻസ്ട്രുമെന്റ്സ് വരുന്നത്: ഡ്രോയർ, ഡ്രോയി, പേയ്. അപ്പൊ അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? 3 ഇൻസ്ട്രുമെന്റിലും, പ്രോമിസറി നോട്ടിലും, ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിലും, ചെക്കിലും ഇതൊക്കെ ആരൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഏരിയയാണ് ഈ പറഞ്ഞ ഡിസോണർ ഓഫ് നെഗോഷ്യബിൾ. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിസോണർ. അതിന് മുമ്പ് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഇതുപോലത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ പഠിക്കുന്നത് ഡിസോണർ ആണ്. നിങ്ങൾ കേട്ടില്ലേ? ചെക്ക് ബൗൺസ് ആവുക. മായ എന്ന് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, മായ ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ പൈസ ഇല്ല, ആ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് ഡിസോണർ പറഞ്ഞ് എഴുതി കൊടുക്കും. അതിന്റെ കോൺസിക്വൻസ് എന്താണ്? അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസോണറിൽ പഠിക്കേണ്ടത്. ഡിസോണർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് വെച്ചാൽ എന്താണ്? നമുക്ക് ഉദ്ദേശിച്ച പൈസ ബാങ്ക് തരുന്നില്ല അല്ലെങ്കിൽ ഡ്രോയി തരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മൾ ഡിസോണർ ആവുക എന്ന് പറയുന്നത്. പിന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയയാണ് നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ്. എന്താണ് നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ്? ഡിസോണർ ആയി എന്ന് മായ പറഞ്ഞാൽ പോരാ അല്ലേ. അപ്പോൾ മായ എന്ത് ചെയ്യണം? ആ ഇൻസ്ട്രുമെന്റിന്, ആ ചെക്കിന് ഒരു നോട്ടറി പബ്ലിക് അഡ്വക്കേറ്റ് കൊണ്ടുപോയി അദ്ദേഹം അതിൽ സാക്ഷ്യപ്പെടുത്തി സീലടിച്ചൊരു സ്റ്റേറ്റ്മെന്റ് തരും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയും ഏരിയ കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ബേസിക്സ് ആയിട്ട് ടൈപ്സ്, എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ബേസിക് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നത് പഠിച്ചതിന് ശേഷം അടുത്ത് പഠിക്കേണ്ടത് ഡിസോണറിംഗ് ഓഫ് ചെക്കിനെ കുറിച്ചാണ്. ഡിസോണറിംഗും പഠിച്ചതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പ്രാക്ടിക്കേഷൻ ഏരിയയാണ് ക്രോസിംഗ് ഓഫ് ചെക്ക്. എന്താണ് ക്രോസിംഗ് ഓഫ് ചെക്ക്? ക്രോസിംഗ് എന്ന് വെച്ചാൽ ചെക്കിന്റെ ഫേസിൽ തന്നെ എഴുതുന്ന ചില മാർക്കിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രോസിംഗ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ചെക്കിന്റെ ഇടത്തെ മൂലയിൽ മുകളിലായിട്ട് 2 വര വരച്ചിരിക്കും അല്ലെ, ചരിച്ച് 2 വര വരയ്ക്കും. ഇതിനെയാണ് നമ്മൾ ക്രോസിംഗ്. എന്താണ് ക്രോസിംഗ്? ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ ഡ്രോയർ ടു ദ പേ.
ബാങ്കിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്ത് നടപടി എടുക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നടപടി എടുക്കണമെന്ന് നമ്മൾ ബാങ്കിന് പേയ്ക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഈ വര കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ 2 വര മാത്രം ചരിച്ച് ലെഫ്റ്റ് മൂലയിൽ മുകളിൽ ഇട്ടുന്നുണ്ടെങ്കിൽ ജനറൽ ക്രോസിംഗ്, ആ വരയ്ക്കുള്ളിൽ നമ്മൾ അക്കൗണ്ട് അക്കൗണ്ട് വഴിയേ കൊടുക്കാവൂ, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പേര്, ഇങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയും. സോ ബേസിക്കലി ക്രോസിംഗ് എന്താണ്? ക്രോസിംഗ് ഈസ് ബേസിക്കലി 2 side lines marked in the face of the check or an instrument, which is nothing but an instruction given to the paid as to how that amount is to be paid. ഇതിനെയാണ് നമ്മൾ ക്രോസിംഗ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ ക്രോസിംഗും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്രോസിംഗും, പല ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്രോസിംഗ് എക്സാമ്പിൾ സഹിതം, പടം വരച്ചല്ല, എക്സാമ്പിൾ സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അവസാനമായിട്ട് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഡിസോർഡറിംഗ് ഓഫ് ചെക്ക് ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ഫണ്ട്. നിങ്ങൾ കേട്ടില്ലേ സെക്ഷൻ 138 ചെക്ക് കേസ് കൊടുത്തു എന്നൊക്കെ. അപ്പോൾ അതാണ് ഡിസോർഡർ ആയുള്ള പ്രൊസീജർ എന്താണ്, എത്ര ദിവസത്തിനകത്ത് ഡ്രോയറിനെ അറിയിക്കണം, ഡ്രോയർ എത്ര ദിവസത്തിനകത്ത് തിരിച്ച് പൈസ കൊടുക്കണം, പൈസ കൊടുക്കുകയോ ഇല്ലാതെയോ മറുപടി കൊടുത്തില്ലെങ്കിലോ ഗ്യാരണ്ടി കൊടുത്തില്ലെങ്കിലോ അത് എങ്ങനെ കേസിന് പോകാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിസോർഡറിംഗ്. കുട്ടികളെ ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഓറിയന്റഡ്. ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, അതായത് ഇൻട്രിഗേറ്റ് ആയിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ ഓരോ ഏരിയയും മനസ്സിലാക്കി പ്രാക്ടിക്കൽ നിങ്ങൾ സ്റ്റഡി മെറ്റ് നോക്കിയാൽ ABC എന്നൊക്കെ പറയും, ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കൊടുത്താണ് സാറിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ, ഇപ്പോൾ ഈ ചാപ്റ്ററിലെ ഏരിയാസ് സാർ ഒന്നും പറയാം. ബേസിക്സ് ആയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, നെഗോഷ്യബിലിറ്റി എന്താണ്, ട്രാൻസ്ഫറബിലിറ്റി എന്താണ്, എൻഡോഴ്സ്മെന്റ് എന്താണ്, പിന്നെ പഠിക്കുന്ന ടേംസ് ആണ്, പേയ്മെന്റ് ഡ്യൂ കോഴ്സ്, ഹോൾഡർ ഡ്യൂ കോഴ്സ് ബന്ധപ്പെട്ടുള്ള ടേംസ് പഠിക്കുക. അടുത്ത മെയിനായിട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിസോർഡറിംഗ് ഓഫ് ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുക. അത് ഡിസോർഡർ പഠിക്കുമ്പോൾ തൊട്ട് പിറകെ പഠിക്കേണ്ട കാര്യമാണ് നോട്ടിങ്ങും പ്രൊട്ടസ്റ്റിങ്ങും. അതിനുശേഷമുള്ള ബഞ്ച് എന്ന് പറയുന്നത് ക്രോസിംഗ് ആണ്. അതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് ക്രോസിംഗ്, ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. വീണ്ടും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ് സെക്ഷൻ 138 ഡിസോർഡറിംഗ് ഓഫ് ചെക്ക് ഡ്യൂ ടു ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്. വീണ്ടും പറയാം, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ തിയറി പഠിച്ച് എക്സാമ്പിൾസും ഇല്ലസ്ട്രേഷൻസും പഠിച്ചിട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് നോക്കണം. പ്രൈവറ്റ് ബുക്സിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റിലോ റിവിഷൻ ടെസ്റ്റ് പേപ്പറിലോ ഉള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ആക്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിനെ കുറിച്ച് സാറിന് പറയാനുള്ള ഓവർവ്യൂ സ്റ്റഡി പ്ലാൻ.